ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇപ്പോൾ ഒരു 40-45 വയസ്സൊക്കെ ആയിട്ടുള്ള അമ്മമാരോടും അച്ഛന്മാരോടും കണ്ടിട്ട് അല്ലേ, നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റി വെച്ച് അവരെ വളർത്തി അവരെ നല്ലൊരു ലെവലിൽ എത്തിക്കണം എന്ന് വിചാരിച്ച് നമുക്ക് ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ പുറകെ പോകാതെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് അവസാനം മക്കൾ നമ്മളോട് ചോദിക്കുന്നു, ഞങ്ങൾ പറഞ്ഞോ ഞങ്ങളെ നോക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെച്ച് ഞങ്ങളെ ഇതാക്കാൻ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിച്ചൂടെയും ചോദിക്കുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു വേദനയാവും. അപ്പോൾ അതിലും നല്ലത് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുക, അതിൻ്റെ കൂടെ തന്നെ അവരെ കാര്യങ്ങൾ നോക്കണം കേട്ടോ. അതുപോലെ അങ്ങനെയുള്ള മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഒരുപാട് ആഗ്രഹങ്ങളും കഴിവുകളും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. പക്ഷേ ചിലപ്പോൾ സാഹചര്യം കൊണ്ട് അവർക്ക് എല്ലാവർക്കും തന്നെ സാമ്പത്തികം ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ സാമ്പത്തികം ഇല്ലാത്തവർക്ക് അവരെ കഴിവും ആഗ്രഹങ്ങളൊക്കെ അവരെ മനസ്സിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ആവാൻ പറ്റില്ല, അപ്പം നിങ്ങളെങ്കിലും നല്ല രീതിയിലാവണം എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന അവരെ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടുത്തരുത്. ഇപ്പോൾ ഈ യൂട്യൂബും ഇൻസ്റ്റയൊക്കെ വന്നതോടെ ഒരുപാട് അമ്മമാർ യൂട്യൂബ് ചാനലിൽ കൂടി ഇൻസ്റ്റയിൽ കൂടിയൊക്കെ വൈറലായി വരുന്നുണ്ട് ഇല്ലേ. അവരെ ഓരോരോ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അവരെ കഴിവുകളും അവർ പുറത്തെടുത്ത് അങ്ങനെ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും വൈറലായി വരുന്നുണ്ട്. അതിനൊക്കെ സപ്പോർട്ട് നിൽക്കുന്ന അവരെ മക്കളാണ്. അതുപോലെ അവരെ നിരുത്സാഹപ്പെടുത്തുന്ന മക്കളും ഉണ്ട്. നിങ്ങൾക്ക് ഇത്ര പ്രായമായില്ലേ, നിങ്ങൾക്ക് അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നൂടെ, മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന മക്കളും ഈ കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ള മക്കളോട് പറയാം, അവരൊരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കണ്ടിട്ട് ജീവിച്ചൊരു മനുഷ്യന്മാരാണ്. അപ്പോൾ നിങ്ങളെ ചെറുപ്പത്തിൽ നിങ്ങളെ നോക്കാതെ അവരെ ആഗ്രഹങ്ങളുടെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് എവിടെ എത്തുമെന്നറിയില്ല. അപ്പോൾ നിങ്ങളെ നല്ലൊരു നിലയിൽ എത്തിച്ചിട്ടാണ് അവരെ ആഗ്രഹങ്ങൾ പറയുന്നത് വെച്ചാൽ നിങ്ങൾ അവരെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന് കൊടുക്കണം. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കണം. അപ്പോൾ അത് അവർക്ക് വലിയൊരു സന്തോഷമായിരിക്കും അല്ലേ, നേരല്ലേ?